എൻ്റെ പേര് സിസ്റ്റർ ക്രിസ്റ്റബൽ മേരി. പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയത്തിൻ്റെ സഭയിലെ ഒരു അംഗമാണ് ഞാൻ. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമാക്കുലർ ഹാർട്ട് ഓഫ് മേരി, കൊല്ലം. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ സഹോദരിമാരിൽ നിന്ന് തന്നെയാണ്. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വിവരിച്ചു കേട്ടു ദൈവത്തിന് നന്ദി പറഞ്ഞ് 2024 മെയ് മാസം അവസാനം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ വർക്ക് ചെയ്യുന്നത് USA ഉടമ്പടി പത്രവും ബാക്കി തിരികൾ, തൈലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ദൈവത്തിന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കൃപയും അനുഗ്രഹങ്ങളും ഒഴുകുന്ന ഈ വിശുദ്ധമായ സ്ഥലത്ത് വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുവാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചതിന് മാതാവ് വഴി ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒരു വചനം ഇന്നെനിക്ക് കിട്ടിയത്, ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:8-9. എനിക്ക് വ്യക്തിപരമായി ലഭിച്ച അനുഗ്രഹം ആദ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ്. 10-30 വർഷത്തോളം ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്തു. അപ്പോഴേ USA ഇപ്പോൾ ആയിരിക്കുമ്പോഴേക്കും പാസ്റ്ററൽ കെയർ, അതായത് രോഗികളായി മരിക്കാറായി കിടക്കുന്ന സഹോദരങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുക, അവരെ ആശ്വസിപ്പിക്കുക. അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ അപകടത്തിലോ മറ്റ് ധാരണാവസ്ഥയിൽ കടന്നു വരുന്ന മക്കളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുക, ആശ്വസിപ്പിക്കുക, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ആശ്വസിപ്പിക്കുക. അങ്ങനെയുള്ളൊരു ജോലിയെക്കുറിച്ച് ഞാൻ കേട്ടു. അത് എൻ്റെ മദർ ജനറലിനോട് ഞാൻ പറയുകയും മദർ എനിക്ക് അനുവാദം തരികയും ചെയ്തു. ആ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാൻ എൻ്റെ സഭാധികാരികൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അവിടെ ചെന്ന് എഡ്യൂക്കേഷനിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു ചലഞ്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, വേണോ വേണ്ടായോ. ആദ്യത്തെ ഒരു കോഴ്സിന് ചെന്നപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് എനിക്കുള്ളതാണെങ്കിൽ അമ്മേ മാതാവേ എനിക്കിതിൻ്റെ ഒരു അടയാളം കാണിച്ചു തരണം. അങ്ങനെ ഞാൻ ചെന്നു. ആദ്യമേ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ആരെങ്കിലും ചാര കളറിലുള്ളൊരു ഷർട്ട് ഇടുകയോ ഏതെങ്കിലും ഈ ഒരു നിറത്തിൽ, അമ്മയുടെ വസ്ത്രത്തിൻ്റെ നിറത്തിൽ എന്തെങ്കിലും ഒരടയാളം എനിക്കവിടെ കാണണം. അങ്ങനെ ഞാൻ കയറി ചെന്നു. ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു ഓവർകോട്ട് അവർ തരും. ആ കോട്ട് ഞാൻ സ്വീകരിച്ചത് മാതാവിൻ്റെ കളറിൻ്റെ നിറത്തിൽ, ആ കളറായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പം ഈ ചാര കളറൊക്കെ ഇട്ട് മാതാവിനെ എൻ്റെ മനസ്സിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു 3 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സാണ് റെസിഡൻസി കോഴ്സ് ചെയ്യുക എന്നുള്ളത്. അത് ഒരുപാട് സ്ഥലത്തു നിന്നും ആപ്ലിക്കേഷൻ വരും ഹോസ്പിറ്റലിൽ. നമുക്കത് കിട്ടണമെന്നില്ല. അമേരിക്കൻസാണ് കൂടുതലും. ഞാൻ പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മാതാവിൻ്റെ ഒരു തരി ഉപ്പ് എടുത്ത് കൈപ്പിടിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന 4 പേരുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. ആ ഉപ്പ് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ടേബിളിലിട്ടു, പ്രാർത്ഥിച്ചു. പിന്നെ ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യങ്ങൾക്കെല്ലാം നന്നായിട്ട് ഉത്തരം പറയാനായിട്ട് മാതാവ് സഹായിച്ചു. അങ്ങനെ ഒരു 2 ആഴ്ച കഴിയുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഇമെയിൽ വന്നു. എൻ്റെ റെസിഡൻസി അവർ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടുന്ന് തിരിച്ച് അടുത്ത ആഴ്ച പോകുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും എന്ന് ദൈവകരുണയിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്തു തന്ന ഈ ഒരു വലിയ അനുഗ്രഹത്തിന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ അച്ഛനാണ്. അച്ഛനും അവിടെ USA ഞങ്ങൾ ഒരു ഡയസിസിൽ തന്നെ. അപ്പോഴച്ഛൻ 2-3 പള്ളികളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഇപ്പം വേറൊരു പള്ളിയിലേക്ക് പോയി, ട്രാൻസ്ഫറായി. അവിടെ ചെന്നപ്പോൾ അവിടെ അവർക്ക് സെക്രട്ടറിമാരുണ്ടല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട്.
അപ്പം ഇവർ 24 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആ ഓഫീസിൽ ഒരുപാട് അച്ഛന്മാർ ആ ഓഫീസിലൂടെ പള്ളിയിൽ ഇടവകയിൽ കടന്നു പോയി. അച്ഛൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻസ് അല്ലേ, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ അച്ഛൻ അവിടെ ഇച്ചിരി അധികം ബുദ്ധിമുട്ടുണ്ടായി. അച്ഛൻ്റെ ജോലികൾ മുന്നോട്ട് പോകാനായിട്ട് വളരെ ഇച്ചിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായി. സ്ട്രഗിളായിരുന്നു. ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ഉപ്പ് കൊണ്ടുപോയി അച്ഛൻ്റെ റെക്ടറിയിലെ 4 ഇറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ മാതാവിൻ്റെ ഒരു രൂപം അവിടെ കൊണ്ടുപോയി അച്ഛൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മാതാവിനെ നോക്കി നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മാതാവ് അത്ഭുതം ചെയ്യും, ഉറപ്പാണ്. അങ്ങനെ ഒരു വിശ്വാസം അച്ഛന് കൊടുത്തു. അച്ഛൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ആരും പറയാതെ തന്നെ ഈ വ്യക്തി റെസിഗ്നേഷൻ എഴുതി കൊടുത്തു, റിസൈൻ ചെയ്യുകയാണ്, അവിടെ നിന്ന് പോവുകയാണ്. പുള്ളിക്ക് വേറൊരു ജോലി കിട്ടി. അങ്ങനെ പോയി. അപ്പോൾ ഈ വ്യക്തി മാത്രമല്ലായിരുന്നു ആ സ്കൂളിൽ, അവിടെ സ്കൂളുണ്ട്, സ്കൂളിലെ പ്രിൻസിപ്പളും അതേ ഒരു മനോഭാവത്തോടു കൂടിയായിരുന്നു. പക്ഷേ മാതാവെല്ലാം ക്രമീകരിച്ചു. ആ വ്യക്തിയും റെസിഗ്നേഷൻ എഴുതി കൊടുത്ത് പോയി. അത്ഭുതം എന്നേ പറയത്തുള്ളൂ. ആ ഓഫീസിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു? അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം നമുക്ക് വേണ്ടി ഇന്ത്യയല്ല, നമ്മുടെ വീടല്ല, ഇന്ത്യയല്ല, അമേരിക്കയല്ല, ലോകത്തിലെവിടെയും പരിശുദ്ധ അമ്മ കടന്നു വന്ന്, സഞ്ചാരി മാതാവ് കടന്നു വന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ ഒരു വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. 3-ാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയുടെ ആണ്. ഞാൻ 2024 സാക്ഷ്യം എടുത്തുകൊണ്ട് പോയി, ഉടമ്പടി എടുത്തിട്ട് പോയി, USA തിരിച്ചു പോയി. ഒരു 3 മാസം 90 ദിവസം ആകുന്നതിന് മുൻപേ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് അമ്മയ്ക്കൊരു അറ്റാക്ക് വന്നു, അമ്മ ഹോസ്പിറ്റലിലാണ്, സീരിയസ് ആണ്. അപ്പോഴും നമുക്കവിടെ നിന്നുകൊണ്ട് വീഡിയോയിലൂടെയൊക്കെ കാണാനല്ലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഉടമ്പടി എടുത്തിട്ട് 90 ദിവസം ആയിട്ടില്ല, ഇത് മാതാവിൻ്റെ ഒരു സാക്ഷ്യത്തിന് വേണ്ടി മാതാവ് ഇത് ചെയ്യുന്നതാണെന്ന് ഞാൻ മനസ്സിൽ പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഫോണിൽ എനിക്ക് അമ്മയെ കാണാൻ പറ്റും, ക്യാമറയിലൂടെ കാണാം, അല്ലെങ്കിൽ വീഡിയോ വിളിച്ച് അമ്മയുടെ കൊടുത്തിട്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു. തൈലം എടുത്ത് അമ്മയുടെ നെറ്റിക്ക് ഞാൻ ഈ ഫോണിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ വേറൊരു കാര്യം കൂടെ ചെയ്തു. ഞാൻ തിരിച്ച് അമ്മയ്ക്ക് സീരിയസ് ആയിട്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിവിടെ വന്നതിൻ്റെ പിറ്റേന്നാണ് ഇവിടെ ജപമാല റാലി നടക്കുന്നത്. അമ്മയെ എടുത്ത് വീട്ടിൽ ബാഗെല്ലാം വെച്ച് അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്തുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ജപമാല റാലിക്ക് ഇറങ്ങി. എന്തായാലും വരട്ടെ, റാലിക്ക് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ജപമാലയിൽ പങ്കെടുത്തു. എൻ്റെ കയ്യിലിരുന്ന നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന മാതാവിൻ്റെ മെഡല് അമ്മയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായപ്പോൾ അമ്മ ഇങ്ങനെ ഒരു മാതിരി കോമ സ്റ്റേജിലാണ്. എന്ന് വെച്ചാൽ നമ്മളെ ആരെയും അറിയത്തില്ല, സംസാരിക്കത്തില്ല, ഭക്ഷണം ട്യൂബിലൂടെ, അങ്ങനെ ഓർമ്മയില്ല, ഒന്നുമില്ല, ഞാൻ ആരാന്ന് ചോദിച്ചാൽ പറയത്തില്ല. അങ്ങനൊരു അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് എൻ്റെ പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ അമ്മയ്ക്ക് അവിടെ നിന്ന് ഞാൻ മൊബൈലിങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ നല്ല ബെറ്ററായി. അമ്മ സംസാരിക്കാൻ തുടങ്ങി. അമ്മ ആഹാരം ട്യൂബിലല്ലാതെ തന്നെ കഴിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും ഓർമ്മയുണ്ട്, കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്, നന്നായിട്ട് സംസാരിക്കും. അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു, കാരണം അമ്മ ബെഡിലാണ്. അങ്ങനെ എങ്കിലും ആ ഒരു നല്ലൊരു നോർമൽ സ്റ്റേജിലേക്ക് അമ്മ കടന്നു വന്ന്. അത് ഈ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. നമ്മൾ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണയും വിശ്വാസത്തോടു കൂടി തന്നെ അങ്ങ് ചൊല്ലുമ്പോഴത്തേക്കും മാതാവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന മാതാവ് ഇവിടെ കേട്ടു. അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരി ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും ഉടമ്പടി എടുത്ത്, പലരും ഉടമ്പടി എടുത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു വലിയ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ സന്തോഷത്തോടെ ആ സാക്ഷ്യം പറയുകയാണ്. പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളിലേക്ക് വർഷിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു.
പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചെയ്താൽ ഞാൻ ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് പത്രം അങ്ങ് കൊണ്ടുപോയി. അത് ഞാൻ പ്രഷ്യസായിട്ട് കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, അമേരിക്കൻസ് ആരെങ്കിലും നമ്മളുടെയൊക്കെ പ്രാർത്ഥന ചോദിക്കുമ്പോൾ എന്തെങ്കിലും രോഗമാണ് പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഈ പത്രം ഞാൻ അവരെ കൊടുത്തിട്ട് ഞാൻ പറയും, ഇത് മൊത്തം വായിക്കണം, വിശ്വാസത്തോടെ വായിക്കണം, വിശ്വസിക്കണം. ഇതേപോലെ ഞങ്ങളുടെ നാട്ടിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ പലരും ഈ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി മാതാവിനെ സാക്ഷ്യപ്പെടുത്തുന്നു അവിടെ. പിന്നെ ഓൺലൈനിലൂടെ അവർക്ക് ഇംഗ്ലീഷ് ഓൺലൈൻ ഉടമ്പടി എടുത്തു കൊടുത്ത് അവരെ കൊണ്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുപ്പിക്കുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ രോഗികളെ സന്ദർശിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും പാവങ്ങളെ സഹായിക്കാനും, പ്രത്യേകിച്ച് ഇച്ചിരി എന്തെങ്കിലും പോക്കറ്റ് മണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പാവങ്ങളെ, രോഗികൾക്ക് പ്രത്യേകമായിട്ടും രോഗികളെയും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാനായിട്ട് ചിലവഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ജോലി ഈ ഏറ്റവും ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിലുള്ള മക്കളെ ആശ്വസിപ്പിക്കുക, സഹായിക്കുക എന്നുള്ള ജോലി. അതെനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടത് അവിടെ ചെന്ന് എനിക്ക് കിട്ടി. സേവനം ചെയ്യാൻ മാതാവിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ആത്മീയ ജീവിതം അറിയാമല്ലോ, ഞാനൊരു സിസ്റ്ററാണ്. എല്ലാ ദിവസവും ദിവ്യബലി, ജപമാല, കമ്മ്യൂണിറ്റി പ്രാർത്ഥന, കുമ്പസാരം, എല്ലാ കാര്യങ്ങളും മുറ പോലെ നടന്നു പോകുന്നു, അതിൽ വളരുന്നു. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കോൺസെൻട്രേറ്റഡ്, ഈശോയ്ക്ക് നമ്മൾ സമർപ്പിതരാണ് മാതാവ് വഴി. എങ്കിലും ഉടമ്പടിയിലെ നിബന്ധനകൾ നമ്മൾ വായിക്കും തോറും നമ്മളൊന്നും കൂടെ പുതുക്കുകയാണ്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി വിശ്വസ്തമായിട്ട്, കുറച്ചുകൂടി ആത്മീയമായിട്ട് വളരണം. നമ്മളാരും പരിപൂർണരല്ലല്ലോ. ഇത് നമുക്ക് ഉടമ്പടി നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. കുറച്ചുകൂടി വളരണം, കുറച്ചുകൂടി ആത്മീയയിൽ വളരണം, ദൈവത്തിന് സാക്ഷിയാകണം എന്ന് നമ്മുടെ ഈ ഉടമ്പടി സഹായിക്കുന്നുണ്ട്. മാതാവ് വഴി ഈശോ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 Corinthians chapter 12 verse 9. നമ്മുടെ ഓരോ വഴികളിലും അടഞ്ഞ വഴികൾ തുറന്നു നൽകുകയും തുറന്ന വഴികൾ അടച്ചു വഴി തരികയും തരുന്ന ഒരമ്മയാണ് സഞ്ചാരി മാതാവ്. പ്രാർത്ഥിക്കുന്ന എന്തും കേൾക്കുന്ന ഒരമ്മ, കൃപാസന അമ്മ. ദൈവം ലോകത്തിന് നൽകിയ ഒരമ്മയാണ് കൃപാസന അമ്മ. കൊച്ചുമക്കൾ അമ്മയോട് പറയുന്നത് പോലെ തന്നെയാണ് ഓരോ കാര്യവും അമ്മയോട് ചെന്ന് പറയുമ്പോൾ അമ്മ ഏറ്റെടുത്ത് നടത്തുകയാണ്. അങ്ങനെ ആ കാര്യവും അമ്മയുടെ ഇടപെടലിലൂടെ ക്രമീകരിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അമ്മയുടെ കാര്യമാണ്, സ്വന്തം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതും ജപമാല റാലിക്ക് വരികയും അറ്റൻഡ് ചെയ്ത് പോവുകയും പിന്നീട് അമ്മയെ മൊബൈലിൽ വീഡിയോ കോളിൽ വിളിച്ചിട്ട് മൊബൈലിൽ അമ്മയുടെ നെറ്റിയിൽ സിസ്റ്റർ തൈലം തേച്ച് USA നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്നുള്ള അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയും അമ്മ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തത്. സിസ്റ്ററുടെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ പത്രം കൊണ്ടുപോയി USA കൊണ്ടുപോയി അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീക്ഷ്ണത, പത്രം കൊണ്ട് മറ്റുള്ളവർക്ക് സ്വന്തം അനുഭവം, എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തുകൊണ്ടാണ് വിശ്വാസത്തോടെ വായിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മയെ പറ്റി, ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ കൃപാസനം അമ്മയെപ്പറ്റി പറഞ്ഞാണ് സിസ്റ്റർ പത്രം കൊടുക്കുന്നത്. കാരുണ്യ പ്രവർത്തികളും ജീവിതത്തിലെ അന്ത്യയാത്രയ്ക്കുള്ള ആ യാത്ര സമയത്ത് ആ അവസാന നിമിഷങ്ങളിൽ സഹായിക്കാനുള്ള ആ സന്നദ്ധ സിസ്റ്ററിന് കാട്ടിയ, അത് ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത ആ സമയത്ത് സിസ്റ്റർ അവരുടെ കൂടെ നിന്ന് അവരോട് ദൈവത്തെപ്പറ്റി പറയുവാനും അവരെ നല്ല രീതിയിൽ ഒരു നിത്യതയിലേക്ക് നയിക്കുവാനുള്ള ആ കൃപ സിസ്റ്ററിന് ലഭിക്കുകയും അങ്ങനെ ഒരു ഫീൽഡ്, അതായത് മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാനായിട്ട് ഈശോയും അമ്മയും സിസ്റ്ററിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഡെഡിക്കേറ്റഡ്, ഓൾറെഡി വി ആർ കോൺസെൻട്രേറ്റഡ് ആണ്, പക്ഷെങ്കിൽ ഉടമ്പടി വഴി വി ആർ മോർ കോൺസെൻട്രേറ്റഡ്, മോർ ഡെഡിക്കേറ്റഡ്, മോർ ലവിങ്. അതുപോലെ തന്നെ ഈ സിസ്റ്റർ കൂടുതൽ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ ഒരു ഉണർവോട് കൂടി സ്പിരിച്വൽ ലൈഫിൽ തന്നെ ഒരു വലിയൊരു ഉണർവാണ്, ഒരു പുതിയ ന്യൂനെസ്, ഒരു റിന്യൂവലാണ് സിസ്റ്ററിന് ലഭിച്ചത്. ആ റിന്യൂവലോട് കൂടിയാണ്, ആ പുത്തൻ ആത്മീയതയിലൂടെയാണ് സിസ്റ്റർ സഞ്ചരിച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് എല്ലാവരും കോൺസെൻട്രേറ്റാണ്, വി ആർ കോൺസെൻട്രേറ്റഡ് പീപ്പിൾ, ബട്ട് ദെൻ ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. ഇറ്റ്സ് എ renewal period when we are in Udambadi. So during the Udambadi time we are more spiritually renewed.
ആൻഡ് വിത്ത് ദി സ്പിരിറ്റ് സിസ്റ്റർ പുതിയ ജോലിക്കായിട്ട് പോവുകയാണ്. വി വിഷ് സിസ്റ്റർ ഓൾ ദ ബെസ്റ്റ് ആൻഡ് വി കണ്ടിന്യൂ ടു പ്രേ ഫോർ യു. ആൻഡ് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും സിസ്റ്ററിൻ്റെ കൂടെ നിന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ച എല്ലാ വിശ്വാസ പ്രയോഗത്തിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.